ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഫേമസ് ആയിട്ടുള്ള അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, അതുപോലെ തന്നെ ലോക്ക്ഡൗൺ സമയമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി വളരെ യൂസ്ഫുള്ളായിരിക്കും എല്ലാവർക്കും, കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ വീട്ടിൽ മാങ്ങ ഉള്ളവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സൈസ് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഇതിലേക്ക് വിനാഗിരി ചേർക്കുന്നില്ല. സാധാരണ ഒതൻറ്റിക് സ്റ്റൈലിലുള്ള ഈ ഒരു അങ്കമാലി മാങ്ങാക്കറിയിൽ അധികം പുളിയില്ലാത്ത മാങ്ങ എടുത്തിട്ട് ഇതിൽ വിനാഗിരി കൂടി ചേർക്കാറുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കറി വെക്കാനായിട്ട്. അപ്പം മൺചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇനി ഇതിലേക്കായിട്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും വലിയുള്ളിയും പകുതിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് ചെറിയുള്ളിയെങ്കിൽ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ട് ചതച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, അതുപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. നല്ല എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഞാനിവിടെ 2 ഗ്ലാസ്സിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റിലത്തെ പാൽ, അതായത് കട്ടിയുള്ള പാൽ മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്ക് കട്ടി കുറഞ്ഞ പാലിലാണ് നമ്മളിത് ഫസ്റ്റിൽ വേവിച്ചെടുക്കുന്നത്. കട്ടി കൂടിയ പാൽ, ഒന്നാം പാൽ ലാസ്റ്റിലാണ് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സവാളയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. അതായത് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂണോളം മുളക് പൊടി, പിന്നെ ഞാനിവിടെ ഒരു വലിയ സ്പൂണിൽ, അതായത് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് ഞെരണ്ടിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഞെരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നൈസായിട്ടുള്ള പാൽ, അഥവാ 2ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഫസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള സവാളയും ചെറിയുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മാങ്ങ കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു 1/4 വേവാകുന്നത് വരെ, മാങ്ങ പെട്ടെന്ന് വേവുന്ന ഒന്നാണ് മാങ്ങ, അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ചൊരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു മാങ്ങ വെന്ത് വരും. മാങ്ങ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കറി നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അധികം ഒരുപാട് ലൂസായാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു കറി. അതുപോലെ നിങ്ങൾ കുറച്ച് വെക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് ടൈറ്റ് ആവും, അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പുളിയില്ലാത്ത സൈസ് മാങ്ങയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിലായിട്ട് കുറച്ച് താളിച്ച് ചേർക്കാനുണ്ട്. അതായത് വെളിച്ചെണ്ണ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെറിയുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ ഇത് കറിയിലേക്ക് ഒഴിച്ചതോടുകൂടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഈ ഒരു ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം ചോറിന് കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചോറിന് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി.
അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് താഴെ ചുവന്ന നിറത്തിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്